നിനക്ക് എന്താണ് ഒരു ടെൻഷൻ? ടെൻഷൻ ഒന്നും പറയണ്ട. കല്യാണമൊക്കെ റെഡി ആയില്ലേ? ആ ഒരു സന്തോഷിക്കല്ലേ വേണ്ടത്. അതല്ല, സന്തോഷമല്ല. എന്താണ് പൈസ ഇടുന്നതിൽ ആവശ്യമുണ്ടോ? പൈസ ഇതൊന്നും പ്രശ്നമേ ഇല്ല. പിന്നെന്താണ്? പക്ഷെ എന്താന്ന് വെച്ചാല് എനിക്ക് താലി കെട്ടുന്നത് ഓക്കെ, എനിക്കറിയാം. പക്ഷെ മറ്റേ സംഭവം അതെന്താ ആരടുത്ത് പോയിട്ടില്ലേ? അതുകൊണ്ട് ഒരു ഫുള്ളായിട്ടൊരു ആലോചിക്കുമ്പോൾ ഒരു വേറെ വരിക. അത് നീ പേടിക്കൊന്നും വേണ്ട. നിനക്കതൊക്കെ ഒന്ന് പഠിക്കല്ലേ വേണ്ടു. എങ്ങനെ? അതിനുള്ള ആള് ഞാൻ സെറ്റ് ആക്കി തരാം. അത് നമ്മുടെ ഒരാളുണ്ട്. ആണോ? നീ ഒന്ന് വെയിറ്റ്. ഞാനൊന്ന് വിളിച്ച് ചോദിക്കോട്ടെ. ഞാനൊരാളിനെ വിളിക്കാം. അമ്മായി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖാണോ? പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ വിളിച്ചേ. അമ്മായിയുടെ ഒരു സഹായം ഞങ്ങൾക്ക് വേണം. അതെ, നമ്മുടെ റഫീഖില്ലേ, ആ റഫീഖിനെ കൊണ്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. ആ പുള്ളിക്കാരനെ കൊണ്ടേ ഞാൻ അങ്ങോട്ടൊന്ന് വരുന്നുണ്ട്. അവനെ കല്യാണമാണ്. പള്ളിക്കാരനെ ഓരോരുത്തോട്ടൊന്നും പോയിട്ടില്ലെന്നേ, ഒന്നും അറിയില്ല. അവന് പേടിയാണ്. മറ്റന്നാളെ കല്യാണം. അമ്മായി അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അമ്മായി ഒരു കാര്യം ചെയ്യും, എല്ലാം ഒന്ന് ശരിയാക്കി. അമ്മായി ഇച്ചിരി മുല്ലപ്പൊക്കെ ചൂടി അമ്മായി തന്നെ നിന്നാ മതി. നമ്മുടെയൊക്കെ ഗുരു അമ്മായി തന്നെ അല്ലേ. പിന്നെന്താണ്, ഞാനും പുള്ളിക്കാരനെ കൊണ്ട് അങ്ങോട്ട് വന്നേക്കാന്നേ. പുള്ളിക്കാരനെ പ്രാക്ടിക്കലി അന്നെല്ലാം ഒന്ന് പഠിപ്പിച്ചു കൊടുത്തരാം വെടുപ്പായിട്ട്. കാശിന്റെ കാര്യത്തിലൊന്നും പ്രശ്നമൊന്നുമില്ലെന്നേ. ഗൾഫുകാരനാ പുള്ളിക്കാരൻ. പേടിക്കണമെന്ന് വേണ്ട. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ പുള്ളിക്കാരനെ കൊണ്ടങ്ങോട്ട് വരാം. എത്ര മണിക്ക്? ഞങ്ങൾ 8 മണിക്ക് എത്തിക്കോളാം. അമ്മായിയമ്മ ഇത്തിരി മുല്ലപ്പൂക്ക് വെച്ചിട്ടേ അമ്മ നല്ലൊരു മണിയറ ഒന്ന് ഒരുക്കി. മണിയറ ആയിക്കോട്ടെ. പിന്നെ അല്ലാതെ. ശരി, ആയിക്കോട്ടെ. ഓക്കെ. പ്രശ്നം ഉണ്ടാവില്ലല്ലോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല, പേടിക്കണ്ട. ഞങ്ങളൊക്കെ അവിടെ തന്നെ പറ്റി. പേടിക്കണ്ട, നീ അങ്ങോട്ട് പോയി ചാമ്പിക്കോന്നേ. പുള്ളിക്കാരനെ നിന്നെ തെളിയിച്ചു വിടും. പിന്നെ ഒരു കാര്യമുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് നീ അമ്മായിയെ തന്നെ വേണമെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലരുത്. എനിക്ക് മനസ്സിലായില്ലേ? അമ്മായിയാണ് വേണം. എനിക്ക് അമ്മായിയെ പറ്റൂന്ന് നീ പിന്നെ പറയരുത് കേട്ടോ. നീ പോയിന്ന് കുളിച്ച് ഫ്രഷ് ആയി റെഡിയാകും. നമുക്ക് പോവാം. ശരി, ഓക്കെ. എല്ലാം പഠിപ്പിച്ചുതരാം. കുട്ടികളുണ്ടാവില്ലല്ലോ? ഇല്ല, അതൊന്നും ഉണ്ടാവില്ല. അതിനൊക്കെ ഉള്ള സേഫ്റ്റി ചെയ്യാം. എന്താ വർക്കുന്നു? എല്ലാം ശരിയാക്കാം. എന്താ പേര്? കല്യാണപ്പാ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ ശരിയാവുക? കല്യാണം കഴിച്ചിട്ട് എല്ലാരും ആദ്യമായിട്ട് തന്നെയാ. അമ്മായിക്ക് അറിയുന്ന പോലെ ആർക്കും അറിയില്ല. വാ. പേടിക്കണ്ടാന്ന്, എല്ലാം അമ്മായിന്റെ ആളാണ്. അതൊന്നും പേടിക്കണ്ട, ഇരിക്ക്, ഞാൻ പഠിപ്പിക്ക. വെള്ളം വല്ലതും വേണോ? വെള്ളം കോപ്പ് ഇവിടെ വെള്ളത്തിന്റെ പണിയാണ് ഇവിടെ എടുക്കുന്നത്.
ഇരിക്കും കയ്യിലല്ലേ കൊടുത്തിട്ടുണ്ട്. കൊടുത്തിനെ എത്ര കൊടുത്തേ 1000. അറിയില്ല. 2000 കൊടുത്താ കേട്ടാ. എല്ലാം വൃത്തിക്കാണ് പഠിപ്പിച്ചു തരുന്നത്. ആടെ തൊടാൻ തന്നെ എങ്ങനെ നടക്കൂ? പോലീസിലെ 100 വട്ടം വന്നിട്ട് പോയ പോലീസാ. എന്തെന്ന് ആ പോലീസല്ലേ അമ്മായിന്റെ അടിമയും കാലിന്റെ അടിമ. വേണ്ടേ? കിടക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞാ മതിയായ അപ്പൊ നീ ആടുന്നത് കളിക്കുവോ? എനിക്ക് രാത്രി കൂടണ്ട്. അപ്പൊ വാ ഷാജിക്ക് ആക്കണോന്ന് വിളിച്ചിട്ട് പോകാനല്ലേ പറഞ്ഞത്. എവിടെ പോന്നു? നിന്റെ ചങ്ങായിനോട് ഞാൻ പറയും കേട്ടോ, ഇങ്ങനെ പോലത്തെ കായ്ത്തോ ഇങ്ങനെ ഇവിടെ കൊണ്ടുവരുന്നു. അയ്യയ്യ വേസ്റ്റ്. എന്തിനി എന്തായി? അടിപൊളിയല്ലേ? ഉഷാറല്ലേ? ഇതെല്ലാം ആർക്ക് ഉണ്ടാക്കിയതാ? നിന്റെ അമ്മായിയപ്പന് ഉണ്ടാക്കിയതാ. എന്തിനീ? വാ ഇനി വാ. എല്ലാ മൂടും പോയി. ഇത് ആരുണ്ടാക്കിയതാന്ന് ഇതല്ലേ പുല്ല്? ഞാൻ അമ്മായിന്റെ അടുത്ത് പോയി മൂടൊന്ന് ഉഷാറാക്കാം. അമ്മായി, ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ? എന്തിനി വരുന്നു? ഞാൻ അതിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഒന്ന് വന്നിട്ട് പഠിപ്പിക്കാൻ പോകുമ്പോഴത്തേക്ക് കണ്ടിട്ടില്ലേ? ഇനി നീയും കൂടി വരാത്ത എന്റെ കട്ടേ ഉള്ളൂ. വാ ഇനി ഈ ഭാഗത്ത് വരരുത്. പോയിക്കോ അതിനെയും കൂട്ടിട്ട്. ശാപ മംഗലപ്പോരാക്കി വെച്ചിനി. ഉള്ള മൂടും പോയി. കിട്ടുന്ന ഒരു 3000 ഉറുപ്പിക ഉണ്ടായിരുന്നു, അതും പോയി. ഇന്ന് നല്ല കച്ചവടമൊന്നും നടന്നുമില്ല. ഏതോനെയാ കണി കണ്ടിനി. മതി.